സോറി ഫോർ ദ ഇൻട്രൂഷൻ ജെന്റിൽമെൻ. ഏയ് ഒച്ച വെക്കണ്ട. അരമന മുഴുവൻ അരിച്ചു പെറുക്കാനുള്ള കോർട്ട് ഓർഡറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. റഷീദ് സെർച്ച്. He's from income tax and he's from vigilance. Wow. Aha. Money. Do you have any source for this money, gentlemen? മേഡേൽ ബ്രദേഴ്സിന്റെ കയ്യിലുള്ള കാശും കണക്കിൽപ്പെടാത്തതായിരിക്കുമല്ലോ അല്ലേ? സന്തോഷം. സാർ അകത്തുനിന്ന് കിട്ടിയതാ. ഹൈ ഫ്രീക്വൻസി വയർലെസ് സെറ്റ്. കൊള്ളാമല്ലോ മുതലാളി. മുതല് കമ്പിയില്ലാത്ത ഈ ഐറ്റവും വെച്ചോണ്ട് ആരോടാണാവോ മുഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമുക്ക് പോവാം. അവിടെ മജിസ്ട്രേറ്റ് നമ്മളെയും കാത്തിരിക്കുക. വാ. അതെ, ഒരു ആദായ നികുതി കേസ് ഈ തൊണ്ടി സാധനം വെച്ച് നിനക്ക് മേടയിൽ ദേവരായ മുതലാളി ഒരു പുല്ലും ചെയ്യാനാവില്ല. ഇതിൽ നിന്ന് ഊറാൻ ഞങ്ങൾക്ക് വെറും 12 മണിക്കൂർ പോലും വേണ്ട. റഷീദ്, take him. അയ്യോ, അത് പറയാൻ വിട്ടു. മുതലാളി തട്ടിക്കളഞ്ഞൊരു ചെട്ടിയാരില്ലേ, പഴനിവേൽ ചെട്ടിയാർ. അയാൾ ഭദ്രമായി സൂക്ഷിച്ച ചില ഡോക്യുമെന്റ്സ് ഈ ഭദ്രന്റെ കയ്യിൽ കിട്ടി. ഒരു 10-15 കേസ് ചാർജ് ചെയ്യാൻ അതൊക്കെ ധാരാള. പിന്നെ അങ്ങയുടെ പ്രധാന കിങ്കരൻ ഫ്രാൻസി എടുത്തിട്ട് നന്നായിട്ടൊന്ന് മെതിച്ചപ്പോ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു തന്നു. ഇത്തവണ പർച്ചേസ് ചെയ്യാൻ ഇത്തിരി പാടാ ദേവരാജ. റഷീദ്, ഭദ്ര, നീ ഒന്നോർത്തോ, ഇത് 3-ാം തവണയാ. നിന്റെ നല്ല കാലം ഇതോടെ തീർന്നു. നീ എന്നെ ഒരു മൈത്താണ്ടിയും ചെയ്യൂല. നടക്കണ ദേവരാജ. എന്താ സാറേ ഈ വെളുപ്പാങ്കാലത്ത്? ദേവരാജ മുതലാളിയും മറ്റുള്ളവരും ജാമ്യത്തിലിറങ്ങി. നിന്നെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. റിമാൻഡ് ഉറപ്പാ. കേസ് മുന്നോട്ട് പോയാൽ ഊരാനും പാടാ. അത്രയ്ക്ക് ബലത്തിലാ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. പക്ഷേങ്കിൽ മുതലാളി നിന്നെ കൈയൊഴിഞ്ഞിട്ടില്ല. നിന്നെ പുറത്തു കൊണ്ടുവരാൻ ഒരു പണി ഒപ്പിച്ചിട്ടുണ്ട്. എന്താ സാറേ? രാവിലെ മുതൽ തന്നെ ഞാൻ ലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. വേർ ദി ഹെൽ വേർ യു? സർ, അത് ഇപ്പോഴത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് കുറച്ച് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്യാനുണ്ടായിരുന്നു. ക്രോസ് തുടങ്ങുമ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഹാജരാക്കേണ്ടി വരും. ഓ, അപ്പൊ അതാണ് കാര്യം. അതിരാവിലെ ഒരു ഉന്നതതല രഹസ്യ സന്ദർശനം അല്ലേ? മനസ്സിലായല്ലോ സർ. എനിക്കെല്ലാം അറിയാടോ. ഇവിടെ അടുത്തൊരു പ്രൈവറ്റ് ഗസ്റ്റ് ഹൗസിൽ സ്ഥലം MP സുധാരൻ ക്യാമ്പ് ചെയ്യുന്നതും അവിടെ നിന്നും വിലമതിക്കാനാവാത്ത തെളിവുകൾ തന്റെ അടുത്തേക്ക് ഇങ്ങനെ ഒഴുകി എത്തുന്നതും എല്ലാം എനിക്കറിയാം. You are part of a dirty political scheme, right? ശരിയല്ല സർ. No. Now listen. താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ തെളിവുകൾക്കെല്ലാം മുമ്പ് കോടതിയിൽ ഹാജരാക്കേണ്ട മറ്റൊന്നുണ്ട്. മേടയിൽ ദേവരാജനെതിരെ മാപ്പുസാക്ഷിയായി തെളിവ് നൽകേണ്ട ഫ്രാൻസി എന്ന ഫ്രാൻസിസ്. For your information, he is missing. What? പോലീസ് കസ്റ്റഡിയിലായിരുന്ന അവനെ ഇന്ന് രാവിലെ മുതൽ കാണാനില്ലാന്ന്. റഷീദ്, സത്യമാണ് സാർ. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ 6 മണിക്ക് പോകുന്നവരെ അവൻ ലോക്കപ്പിലുണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്ന് 6:30 ആയപ്പോൾ അവനൊരു ചായ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ റഷീദും ഞാനും കൂടെ കോടതി കൊണ്ടുപോകാൻ ചെന്നപ്പം അവനവിടെ ഇല്ല സാർ. ഭദ്രൻ, തനിക്കറിയാലോ SI ഈപ്പൻ സിക്ക് ലീവിലാണ്. സോ ഫ്രാൻസിയെ കാണാതായതിന്റെ ഒരേ ഒരു ഉത്തരവാദി താനാണ്. ഞങ്ങൾ പ്രോസിക്യൂഷൻ വിവരം ധരിപ്പിച്ചിട്ടില്ല.
കേസ് വിളിക്കുമ്പോൾ താൻ തന്നെ ഇതിന് സമാധാനം പറയണം. നമസ്കാരം ഇറ്റുവരൻ സാറേ. നമസ്കാരം. നിങ്ങളെല്ലാം കൂടെ എന്നെ ജീവിക്കാൻ സമ്മതിക്കുകയല്ല അല്ലയോ? ഒന്നും രണ്ടുമല്ല, 15 കേസുകളാണ് എനിക്കെതിരെ. ജാമ്യം എടുക്കാൻ വേണ്ടി മാത്രം 8 വക്കീലന്മാർ വേണ്ടി വന്നു. എല്ലാം ഈ ഭദ്രസാറിന്റെ മിടുക്ക. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഇദ്ദേഹത്തെ അറിഞ്ഞൊന്ന് ആദരിക്കണം. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് വരട്ടെ തന്നെയാ. Case number CS bar 196 bar 2002. യുവർ ഓണർ, കേസ് നമ്പർ 196ന്റെ ഇനിയുള്ള പ്രതിഭാഗം വാദം പോലീസ് മാപ്പ് സാക്ഷിയെ പേരുയർത്തിയിട്ടുള്ള ഫ്രാൻസിസ് ഏലിയാസ് ഫ്രാൻസിസ് ജേക്കബിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും. കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന് ഫ്രാൻസിസിനോട് മുൻവൈരാഗ്യമുണ്ടെന്നതും പോലീസിന്റെ പീഡനത്തിനും സമ്മർദ്ദത്തിനും വഴങ്ങിയാണ് ഫ്രാൻസിസ് മാപ്പ് സാക്ഷിയായി വ്യാജ പ്രസ്താവന നടത്താൻ തയ്യാറായതെന്നുമുള്ള സംശയം നിലനിൽക്കുന്നതിനാൽ അയാളുടെ മൊഴി രേഖപ്പെടുത്തി വിസ്തരിക്കുവാനുള്ള അനുവാദം തരണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിക്കുന്നു. Objection, Your Honor. Wait. Produce Francis Jacob before the court. The court will hear his statement before the commencement of any argument. ഫ്രാൻസിസ് ജേക്കബ്. ഫ്രാൻസിസ് ജേക്കബ്. തികച്ചും അസാധാരണമായ സംഭവങ്ങൾക്ക് ഇന്ന് സെഷൻസ് കോടതി സാക്ഷ്യം വഹിച്ചു. കേരളം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന മേടയിൽ ദേവരാജിനെതിരെയുള്ള കേസിന്റെ വാദം ഇന്ന് തുടങ്ങാനിരിക്കെ മാപ്പുസാക്ഷിയായി മൊഴി നൽകേണ്ടിയിരുന്ന ഫ്രാൻസിസ് ജേക്കബിന്റെ ജഡം ഇന്ന് കോടതിക്കുള്ളിൽ പ്രത്യക്ഷപ്പെട്ടു. ഫ്രാൻസിസ് ഇന്ന് പുലർച്ചെ മുതൽ ലോക്കപ്പിൽ നിന്നും അപ്രത്യക്ഷനായെന്ന പോലീസിന്റെ ഔദ്യോഗിക ഭാഷ്യം ആരും മുഖവിലേക്കെടുത്തിട്ടില്ല. പൈശാചികമായി ഈ സംഭവം തന്നെ ഞെട്ടിച്ചുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈ സംഭവത്തിന് ഉത്തരവാദികൾ ആരാണെങ്കിലും ശരി, ഈ ഗവൺമെന്റ് അവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. തിടുക്കത്തിൽ CM ഭദ്രനെതിരെ നടപടിയൊന്നും എടുക്കരുത്. അയാളുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് നമ്മൾ കൂടി ഉത്തരവാദികളാണ്. ദേവരാജനെതിരെയുള്ള തെളിവുകൾ അയാൾക്ക് എത്തിച്ചു കൊടുത്തത് പോലും നിങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ്. അത് മറക്കരുത്. എനിക്കിതൊന്നും കേൾക്കണ്ട. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഞാൻ ഒന്നിനും ഉത്തരവാദിയല്ല. എല്ലാം തന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങളാണ്. പിന്നെ കോടതിയിൽ നടന്ന സംഭവങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഞാൻ SP ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഓഫീസർ ഇൻചാർജ് എന്ന നിലയ്ക്ക് ആ ഭദ്രനെ സസ്പെൻഡ് ചെയ്യാൻ ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉമ്മൻ കോശിക്ക് ഒരു വിജയം കൂടി അല്ലേ? തരപ്പെടുമെങ്കിൽ അങ്ങയുടെ സർക്കാർ ഇറക്കുന്ന ഗസറ്റിൽ ഒരു വിജ്ഞാപനം കൂടി കൊടുക്കണം. എ ചേഞ്ച് ഓഫ് നെയിം. ക്രൂശിക്കപ്പെടുന്നവന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്ന് പറഞ്ഞ് കൈകഴുകി ശുദ്ധി വരുത്തിയ ആ പഴയ പുണ്യാളനില്ലേ പിലാത്തോസ്, ആ പേരാവും നിങ്ങൾ കൂടുതലാണ്. എന്താണോ ഇതൊക്കെ? സാറിന്റെ സെക്യൂരിറ്റിക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി കിട്ടിരിക്കുക. എനിക്ക് സെക്യൂരിറ്റി ഒന്നും വേണ്ട. സസ്പെൻഷനിലല്ലേ? എന്റെ സെക്യൂരിറ്റി ഞാൻ തന്നെ നോക്കിക്കോളാം. ഡിപ്പാർട്ട്മെന്റ് ഔദാര്യമൊന്നും എനിക്ക് ആവശ്യമില്ല. അല്ല സാർ, ഭീഷണിയുള്ള സ്ഥിതിക്ക് എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന്. വിളിച്ചോണ്ട് പോകല്ലേ അത്രയും. ചെല്ലേ, കൊണ്ടുപോ. എന്താ വന്നത്? സോറി. ഐ ആം സോ സോറി ഭദ്രൻ. എനിക്ക് നിങ്ങളുടെ സസ്പെൻഷൻ തടയാനായില്ല. നിങ്ങളെപ്പോലുള്ളവരുടെ അധികാര രാഷ്ട്രീയ കളിയിൽ എപ്പോഴും ബലിയാടാവുന്നത് എന്നെ പോലുള്ളവരാ. നിങ്ങൾ എപ്പോഴും പുച്ഛിച്ച് പുലിയാട്ടുന്ന ഉദ്യോഗസ്ഥ വൃന്ദം. ഇനി കൂടുതൽ സംസാരിച്ചാൽ നിങ്ങളുടെ പ്രായവും പദവിയും ഞാൻ മറന്നു വരും. പോവാം. നിങ്ങൾക്കും പോവാം. Just clear out.
കുമാർജി എന്നോട് പൊറുക്കണം. എല്ലാത്തിനും ഞാനാ കാരണക്കാരൻ. ഞാനിപ്പോൾ സംസാരിക്കുന്നത് MP സുധാകരനായിട്ടല്ല, അങ്ങയുടെ പഴയ ശിഷ്യനായിട്ട്. എന്നെ കുമാർജി വിശ്വസിക്കണം. ഭദ്രൻ ഇനി ഇവിടെ നിൽക്കുന്നത് ആപത്താണ്. അയാൾക്ക് മാറാൻ സേഫായ ഒരിടം ഞാൻ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ലോകത്ത് കുമാർജി ഒഴികെ ആര് പറഞ്ഞാലും അയാൾ കേൾക്കില്ല. പ്ലീസ്, അയാളെ നമുക്കിവിടുന്ന് മാറ്റണം. എത്ര നാളാന്ന് വെച്ചാ ഇവിടെ ഇങ്ങനെ? തനിക്കറിയാലോ, ഇവിടെ ഇങ്ങനെ ഒരു ക്രിമിനലിനെ പോലെ ഒളിച്ചു താമസിക്കാൻ എനിക്ക് ഒരു താല്പര്യം ഉണ്ടായിട്ടല്ല. അച്ഛന്റെ വാക്കുകൾ ധിക്കരിക്കാൻ തോന്നിയില്ല, അതാ. ആ സുധാകരൻ സാർ വെറുതെ ഓരോന്ന് പറഞ്ഞ് അച്ഛനെ പേടിപ്പിച്ച കൂടിപ്പോയ ഒരാഴ്ച, അത് കഴിഞ്ഞാൽ നമ്മൾ തിരികെ പോന്നു. അച്ഛൻ പേടിച്ചാൽ എന്താ തെറ്റ്? വീട്ടിൽ ഏത് നേരം ഭീഷണി അക്രമമൊക്കെ ആയിരുന്നില്ലേ? ഇവിടെയും കരുതിയിരിക്കണമെന്നാ ആ സുധാകരൻ സാർ അച്ഛനോട് പറഞ്ഞത്. താൻ വല്ലാതെ പേടിക്കണ്ടല്ലേ? സമാധാനായിട്ടിരിക്കും, ഒന്നും സംഭവിക്കില്ല. ഈ സ്വിച്ച് ബോർഡ് ഇതെവിടെയാണ്? Gayatri. Relax. Gayatri. Relax. I'm sorry, Mr. Badran. We tried our best. I'm sorry. Oh,